السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും രക്ഷയില്ല എന്ന് കരുതുന്ന ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആകെ തളർന്നു പോകുന്ന ഒരുപാട് സമയങ്ങൾ ഒരു ജീവിതത്തിൽ പല തവണകളായി നമ്മളിലേക്ക് കടന്നു വരാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ശാരീരികമായും മാനസികമായും വല്ലാതെ നമ്മൾ തകർന്നു പോകുന്ന സമയത്ത്, നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്ന് തെളിയുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില അമലുകളുണ്ട്. നമ്മുടെ ഏതൊരു വിധിയെയും നമുക്ക് തട്ടിമാറ്റാൻ പറ്റുന്ന, ഏതൊരു വിധിയെയും മാറ്റാൻ കഴിയുന്നത് ആത്മാർത്ഥതയുള്ള ദുആക്ക് മാത്രമാണ്. ഇഖ്ലാസുള്ള ദുആയാണ് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരുന്നത്. ഈ ദുആക്ക് നമുക്ക് ഇജാബത്ത് ലഭിക്കണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ദുആക്ക് നമുക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ, അത് ലഭിക്കാൻ ആവശ്യമായ ചില ദിക്റുകളും ചില സ്വലാത്തുകളും ചില സൂറത്തുകളും ഒക്കെ നമ്മൾ പതിവാക്കി ചൊല്ലാറുണ്ട്. ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാൻ നമ്മൾ ആത്മീയമായി അള്ളാഹുവിനോട് ഒരുപാട് അടുക്കണം. അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ കണ്ടെത്തുന്ന മാർഗമാണ് അള്ളാഹുവിലേക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലുക എന്നത്, അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് സ്വലാത്തുകൾ ചൊല്ലുക എന്നത്. അതുപോലെ തന്നെ ഖുർആനിൽ ഒരുപാട് വിശിഷ്ടമായ ആയത്തുകളുണ്ട്. ഇങ്ങനെ പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ഏതായാലും നമ്മുടെ ഖൽബ് വേദനിക്കുന്ന ഏത് വിഷമമാണോ, നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവും തെളിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യും. ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നമുക്ക് മാറിക്കിട്ടാനും, നമ്മൾ കുടുങ്ങിയ ആ സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കാതെ ഒരു സഹായം നമുക്ക് ലഭിക്കാനും നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി മജ്ലിസിൻ്റെ മശായിഖന്മാരിലേക്ക് നമ്മൾ 7 ഫാത്തിഹ പാരായണം ചെയ്യുക. അതിൻ്റെ ശേഷം ഞാൻ എപ്പോഴും മജ്ലിസിൽ കൊടുക്കുന്ന ഒരു അമലുണ്ട്. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം. കഴിഞ്ഞ 1-2 മജ്ലിസുകൾക്ക് മുമ്പ് യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ് എന്ന ഇസ്മിൻ്റെ മഹത്വവും അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളും ഞാൻ മുമ്പൊരു അമലായിട്ട് ഇതിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൽ 2ാമത്തെ ഇസ്മാണ് യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാമി യാ അല്ലാഹ്. ഈ ദിക്റിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് 1001 തവണ. നമ്മുടെ എല്ലാ വിഷമങ്ങളും, നമ്മൾ കുടുങ്ങിയ ഈ പ്രയാസത്തിൽ നിന്ന് നമുക്കൊരു സലാമത്ത് ലഭിക്കണം, നമുക്ക് രക്ഷ ലഭിക്കണം, അള്ളാഹു നമ്മുടെ ദുആനെ സ്വീകരിക്കണം എന്ന നിയ്യത്തോടെ നമ്മൾ ഏത് വിഷമത്തിലാണോ അകപ്പെട്ടത്, ആ വിഷമത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി നമ്മൾ 7 ഫാത്തിഹ ആദ്യം പാരായണം ചെയ്യുക. നമ്മുടെ മജ്ലിസിൻ്റെ മശായിഖന്മാരിലേക്കുള്ള 7 ഫാത്തിഹയ്ക്ക് ശേഷം 1001 തവണ യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ഇസ്മിനെ നമ്മൾ 1001 തവണ ചൊല്ലുക. അതിൻ്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇങ്ങനെ ദുആ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം പാതിരാവിൻ്റെ ശേഷമാണ്. ആരാരുമില്ലാത്ത സമയത്താണ്. എല്ലാം ഒതുങ്ങി നമ്മൾ എല്ലാ ശുഅലുകളിൽ നിന്നും മാറി നമ്മൾ ഖൽബും ശരീരവും ഒരേപോലെ ശുദ്ധമായി അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ വേണ്ടി എഴുന്നേറ്റിരിക്കുന്ന ആ സമയമുണ്ടല്ലോ, പാതിരാവിൻ്റെ ശേഷമുള്ള ആ സമയം. ഖിയാമുൽ ലൈലിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നല്ല ഇഖ്ലാസോടെ 7 ഫാത്തിഹ പാരായണം ചെയ്യുക. അതിൻ്റെ ശേഷം 1001 തവണ യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം എന്നിങ്ങനെ ആ ദിക്റിനെ 1001 തവണ നമ്മൾ ചൊല്ലുക. ഒരൊറ്റ ഇരിപ്പിൽ അത് ഇരുന്ന് ചൊല്ലാൻ സാധിക്കാത്തവർ അത് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലിയിട്ട് 1001 തവണ നമ്മൾ സുബ്ഹിൻ്റെ സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ തഹജ്ജുദിൻ്റെ സമയത്തോ ആയി പൂർത്തീകരിക്കുക. എന്നിട്ട് ആ സമയത്ത് വേണം നമ്മൾ അള്ളാഹുവിലേക്ക് തേടാൻ, അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യാൻ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരും. ആ നിമിഷം തന്നെ അള്ളാഹു അതിനൊരു ഫത്ഹിൻ്റെ ബാബിനെ നമുക്ക് കാണിച്ചു തരും ഇൻഷാ അള്ളാഹ്. നല്ല ഇഖ്ലാസോടെ ഈ അമല് ചെയ്യുക. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. അള്ളാഹു നമ്മുടെ ദുആ
ദുആക്ക് ഇജാബത്ത് നൽകുമെന്ന വിശ്വാസത്തിൽ പ്രതീക്ഷ കൈവെടിയാതെ അള്ളാഹുവിലേക്ക് നമ്മൾ ഇരു കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും, നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു പരിഹരിക്കും ഇൻഷാ അള്ളാഹ്. അതിനെല്ലാം ഉപകരിക്കുന്ന ഇസ്മായിട്ട് അള്ളാഹു ഈ ഇസ്മിനെ മാറ്റിത്തരട്ടെ. അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കടങ്ങളാൽ വിഷമിക്കുന്നവർക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ. പലിശയിൽ നിന്ന് അള്ളാഹു മോചനം നൽകട്ടെ. കുടുംബങ്ങളിൽ വല്ലാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അള്ളാഹ് ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.